ചേട്ടനും ചേച്ചിക്കും എന്തു ചിട്ട, പാഠം പഠിപ്പതിന് എത്ര ചിട്ട, ഓണപ്പരീക്ഷയ്ക്കൊരാനമിട്ട. ഇത് നമ്മുടെ കുട്ടികളുടെ ചിൽഡ്രൻ സാഹിത്യത്തിൽ ഏറ്റവും പ്രസിദ്ധമായി കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയാണ്. ഈ കവിതാശകലം നമ്മളിന്ന് മലയാളത്തിലെ എല്ലാവരും, മലയാളികളെല്ലാം തന്നെ ആസ്വദിച്ച് ചിരിക്കുകയാണ്, ഊറി ഊറി ചിരിക്കുകയാണ്. പ്രധാന കാരണം കേന്ദ്ര ബഡ്ജറ്റ്, യൂണിയൻ സർക്കാരിൻ്റെ ബഡ്ജറ്റ് വന്നപ്പോൾ കേരളത്തിന് ആനമുട്ട കിട്ടി എന്നുള്ളതാണ്. ഈ ആനമുട്ടയുടെ വലിപ്പം, അല്ലെങ്കിൽ ഈ ആനമുട്ടയുടെ ഊക്ക് എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും കൂടെ അറിഞ്ഞ്, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടന് അറിഞ്ഞ് ആഞ്ഞ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ബി ജെ പിക്ക് ഒരിക്കലും ഇവിടെ കേരളത്തിലൊരു സീറ്റ് തുറക്കാൻ, ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിന്നപ്പോഴാണ് ഇത്രയും ഹാസ്യാത്മകമായിട്ട് കേരളത്തെ ജനത്തെയും സാക്ഷാൽ സുരേഷ് ഗോപിയെ പോലും ആനമുട്ടയിലേക്ക് കൊണ്ടു നിർത്തിയ ഒരു സാഹചര്യമാണ് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ പറയുമ്പോൾ, നമ്മൾ സുരേഷ് ഗോപി എത്രത്തോളം നന്നായിട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞ 5 വർഷം ഇവിടെ തൃശ്ശൂരിലെ ജനത്തിൻ്റെ മുന്നിൽ അഭിനയിച്ചു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ നിലവാരത്തിൽ, അദ്ദേഹത്തിൻ്റെതായ നിലപാടിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തു. അദ്ദേഹം MP ആവുമ്പോൾ തന്നെ പറഞ്ഞത്, അദ്ദേഹത്തിന് 10 യൂണിയൻ സർക്കാരിലെ 10 വകുപ്പുകളിൽ കൈകാര്യം ചെയ്യാൻ, കയറി മേഞ്ഞ് നടക്കുവാനുള്ള അവസരം കിട്ടിയാൽ മതി, കേരളം സ്വർഗമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനിപ്പോൾ ഒരു സഹമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ടൂറിസത്തിൻ്റെ വകുപ്പ് മാത്രമല്ല, പെട്രോളിയം പ്രകൃതിവാതകവും കൂടെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ പെട്രോളിയം പ്രകൃതിവാതകത്തിൽ അതിനേക്കാൾ കൂടുതൽ എംഫസിസ് അദ്ദേഹം നൽകിയത് കേരളത്തിലെ ടൂറിസത്തെക്കുറിച്ചാണ്. രാജ്യത്തിലെ ടൂറിസത്തിൻ്റെ ഹബ്ബ് കേരളമാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വലിയ വാഗ്ദാനം, അതല്ലെങ്കിൽ ഇത്രയും വലിയ അദ്ദേഹത്തിന് BJP-യിൽ ഉള്ള സ്വാധീനം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുമ്പോഴും, ഇവിടുത്തെ സെക്യുലറായിട്ടുള്ള തൃശ്ശൂരിലെ വോട്ടർമാരെല്ലാം കൂടെ ചേർന്ന് വളർത്തി അദ്ദേഹത്തിന് ഒരു അക്കൗണ്ട് തുടങ്ങി കൊടുത്തപ്പോൾ BJP-യുടെ കേരളത്തിലൂടെ നിലപാടെന്ന് പറഞ്ഞാൽ ആനമുട്ട എന്നുള്ളത് തന്നെ. ഇത് നമ്മൾ പറയേണ്ടി വരുന്ന ഒരു ഗതികേടാണെന്ന് ആലോചിക്കുന്നത്. കേരളത്തിൽ നിന്നും ഈ BJP വർഗീയ രാഷ്ട്രീയത്തിന് ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്ന് പറയുമ്പോൾ, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടന് വേണ്ടി വോട്ട് കൊടുത്തപ്പോൾ ജനത്തിനെയും കേന്ദ്ര സർക്കാർ പറ്റിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റും സുരേഷ് ഗോപിയെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇതിനകത്തിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് നിരവധികളായിട്ടുള്ള പ്രോജക്റ്റുകൾ സംസ്ഥാനം പല കാലഘട്ടങ്ങളിൽ പല സർക്കാരുകൾ കൊടുത്തിരുന്നു. ഒരിക്കലും നടന്നിട്ടില്ല. സുരേഷ് ഗോപിയെ തിരഞ്ഞെടുക്കുമ്പോഴേക്കും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് കഞ്ചിക്കോട് ഫാക്ടറി, കേരളത്തിന് പാലക്കാട് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റെയിൽവേ ഡിവിഷൻ, അതുകൂടാതെ എയിംസ് തുടങ്ങി നിരവധി പദ്ധതികൾ പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണെങ്കിൽ നമുക്ക് വിഴിഞ്ഞം പദ്ധതിയുണ്ട്. വിഴിഞ്ഞം പദ്ധതി മദർ പോർട്ടാക്കിയിട്ടില്ല, മദർഷിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മദർ പോർട്ട് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് അതിനെ ഉയർത്തും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അദാനിയും BJP സർക്കാരും പ്രധാനമന്ത്രിയുമായിട്ടൊക്കെയുള്ള ബന്ധം വെച്ചിട്ട് പോലും നമ്മൾ അത്തരത്തിലൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം വിഴിഞ്ഞം പദ്ധതിയെ മദർ പോർട്ടാക്കുമ്പോൾ ഉണ്ടാകേണ്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഉണ്ടാകേണ്ട സ്വാധീനം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് അസാമാന്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനം, അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു പൈസ അതിനുവേണ്ടി മാറ്റിവെക്കുകയോ, അങ്ങനെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഈ പറഞ്ഞ 29 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണെന്ന് പോലും ചിന്ത നൽകാതെ ഒരു അർത്ഥത്തിലും കേരളത്തിനൊരു പരിഗണനയും, ഈ സുരേഷ് ഗോപിക്ക് ഉൾപ്പെടെയുള്ള ഒരു പരിഗണനയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് രാജ്യസഭയിലൂടെ നമ്മുടെ ജോർജ് കുര്യൻ ഒരു മന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹം ഫിഷറീസും കാർഷികത്തിൻ്റെയൊക്കെ സഹമന്ത്രിയാണ്. അദ്ദേഹത്തിനും യാതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ആനമുട്ടയിൽ നിൽക്കുകയാണ്. കാരണം ഈ ആനമുട്ട, ഓണപ്പരീക്ഷയ്ക്കൊരാനമുട്ട എന്ന് പറയുന്ന ആ ഒരു ഹാസ്യത്തിലേക്ക് കാര്യങ്ങൾ പരിണമിച്ചു എന്നുള്ളത് തന്നെ പറയണം. കാരണം ഇനി നമുക്ക് സെപ്റ്റംബർ 15 മുമ്പ് നമുക്ക് ഓണം വരുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ, ഓഗസ്റ്റ് മാസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓണത്തിൻ്റെതായ തിരക്കിലേക്ക് പോവുകയാണ്. പക്ഷേ കേരളത്തിന് യാതൊരു വിധത്തിലുള്ള പരിഗണനയും നൽകാത്ത ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്, അവരുടേതായ വർഗീയ അജണ്ട, കാരണം ഈ വർഗീയ അജണ്ട കേരളത്തിൽ വിലപ്പോകില്ല എന്ന് പറയുന്ന കേരള ജനം
എല്ലാം ഒരു തിരുത്തൽ എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്ത് വിട്ടിട്ടും യാതൊരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നു അദ്ദേഹം വിചാരിച്ചാൽ എന്തൊക്കെയോ കെട്ടിവലിച്ച് കൊണ്ടുവരും, എയിംസ് കെട്ടിവലിച്ച് കൊണ്ടുവരും, റെയിൽവേ കോച്ച് ഫാക്ടറി കെട്ടിവലിച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി പ്രത്യേക റെയിൽവേ ഡിവിഷൻ ഉണ്ടാക്കും തുടങ്ങി നിരവധി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇത് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് കേരളം കഴിഞ്ഞ 10 വർഷമായി ഏറ്റവും കൂടുതൽ ഇവിടുത്തെ എം പിമാരെല്ലാം തന്നെ ആവശ്യപ്പെടുന്ന മറ്റൊരു സംഭവമാണ് CRZൻ്റെ പരിധിയിൽ പെടുന്ന കേരളത്തിലെ 196ഓളം പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകളെല്ലാം തന്നെ വികസനം ഒരു കാരണവശാലും വികസനം നടത്താൻ പറ്റാതെ വികസനം മുരടിച്ച് നിൽക്കുന്നു. കാരണം മിക്കവാറുമുള്ള ഈ പറഞ്ഞ 196 പഞ്ചായത്തുകളും ഇട്ടിരിക്കുന്നത് CRSSൻ്റെ സോൺ 3യിലാണ്. സോൺ 3യിൽ എന്ന് പറഞ്ഞാൽ ഒരു മൊട്ടുസൂചി പോലും അടിക്കാൻ പറ്റില്ല. ഉണ്ടായിരിക്കുന്ന വീട്ടിലെ മെയിൻ്റനൻസ് റിപ്പയറും മെയിൻ്റനൻസും നടത്താൻ പറ്റില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് ലാൻഡ് അവൈലബിലിറ്റിയാണ്. ഭൂമിയുടെ ലഭ്യത കുറവും 3.5 കോടി ജനം, അതിനകത്ത് അധിവസിക്കുന്ന ജനസംഖ്യ പെരുപ്പവും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ CRZ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെയാണ് CRZൻ്റെ ഏറ്റവും മൂർച്ചയേറിയ വകുപ്പായിട്ടുള്ള CRZ സോൺ 3യിൽ പിടിച്ചിട്ട് കേരളത്തിലെ 196 ഗ്രാമപഞ്ചായത്തുകളെ പിടിച്ച് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവ് കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച് വേണം. MS സ്വാമിനാഥൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ കേരളത്തിൻ്റെ ഭൂലഭ്യതയുടെ പ്രശ്നവും പിന്നെ ജനസംഖ്യയുടെ പ്രശ്നവും ഒക്കെ കൂടെ കണക്കിലാക്കിയിട്ട് MS സ്വാമിനാഥൻ കമ്മീഷൻ പ്രത്യേകിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കേരളത്തിന് ഇന്ന രീതിയിൽ എക്സംഷൻസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം 590 കിലോമീറ്റർ കോസ്റ്റൽ ലൈനും അതുകൂടാതെ 44 നദികളും 38,883 ജലാശയങ്ങളും അമ്പലക്കുളങ്ങൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളുള്ള ഇടത്ത് CRZ ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റില്ല. CRZൻ്റെ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം തന്നെ മരടിലെ ഫ്ലാറ്റുകൾ ഇടിച്ചു പൊളിച്ചതുപോലെ തന്നെ ആവാസ വ്യവസ്ഥ കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ ഇതൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല. ഒറ്റ സംഭവം വന്നിട്ടില്ല. പ്രധാനമന്ത്രി ഇവിടെ 6-7 തവണ വന്നിരുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിനുൾപ്പെടെ. 6-7 തവണ വന്നിട്ടും ഈ പറഞ്ഞ ഒരു കാര്യവും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് ഒരു സീറ്റ് വേണമായിരുന്നു. അതിവിടെ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി അദ്ദേഹം വെറുതെ വന്നിവിടെ ആളുകൾക്ക് അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകി. എന്നാൽ യാതൊരു പരിഗണനയും മനസ്സിൻ്റെ ഒരു കോണിൽ പോലും BJP സർക്കാരിൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ജനത്തിനെ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുകയും സുരേഷ് ഗോപി ഇനി കേരളത്തിലെ ജനത്തിനോട് എന്ത് സംസാരിക്കും, എന്ത് പറയും, ഏത് രീതിയിൽ അദ്ദേഹം ജനങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇത് നമ്മളിത് പറയുമ്പോൾ കൃത്യമായിട്ട് സുരേഷ് ഗോപി ഇപ്പോഴും രഞ്ജി പണിക്കറുടെ സിനിമയിൽ അഭിനയിക്കുന്ന വലിയ അസാമാന്യ വ്യക്തിത്വമുള്ള ഒരു ക്യാരക്ടറിൻ്റെ രീതിയിലാണ് അദ്ദേഹം ഇപ്പോഴും ജനത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായി അദ്ദേഹത്തിന് അപക്വമായ നിലപാടുകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തിന് BJP ഏത് രീതിയിൽ അദ്ദേഹത്തിന് പരിഗണിച്ചിരിക്കുന്നു. യാദൃച്ഛികമായി ജയിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചൊരു സഹമന്ത്രിയാക്കി എന്നുള്ളതല്ലാതെ യാതൊരു വിധത്തിലുള്ള അദ്ദേഹത്തിന് തന്നെ വ്യക്തിപരമായി പോലും യാതൊരു വിധത്തിലുള്ള ഒരു പ്രാധാന്യവും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് പറഞ്ഞാലും ഈ കേരളത്തിന് ഈ യൂണിയൻ ബഡ്ജറ്റ് നൽകിയിരിക്കുന്ന ഈ ആനമുട്ട കേരളത്തിൻ്റെ ജനത്തിന് മനസ്സിൽ വല്ലാത്ത ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. കാരണം കേരളം പ്രതീക്ഷിക്കുന്ന കേരളത്തിൽ സംസ്ഥാനത്തിൻ്റെതായ രീതിയിൽ മാത്രം നിന്ന് വികസനം നടത്തുക എന്ന് പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തിലും യൂണിയൻ ഗവൺമെൻറ് എന്നുള്ള സംവിധാനത്തിലും തന്നെ അർത്ഥവത്തായ യാതൊരു സംഭവവും കേരളത്തിൽ ഈ കാലം അത്രയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടില്ല. 3ാം മോഡി സർക്കാരിൻ്റെ തുടർഭരണം കിട്ടിയിട്ട് പോലും ഇവിടെ നിന്നൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് പോലും കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ തീരെ അവഗണിച്ചു എന്നുള്ള ഈ പരിഭവം എല്ലാം തന്നെ ഇപ്പോൾ മെനഞ്ഞാന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 20 എംപിമാരും കേരളത്തിൻ്റെ ഇത്തരം പരിഭവം അല്ലെങ്കിൽ കേരളത്തെ നിഷ്കരണം തഴഞ്ഞു എന്നുള്ളതിൻ്റെ പ്രതിഷേധ പ്രകടനം അവിടെ ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട്. അവരതിന് അത്തരത്തിലേക്ക് കേന്ദ്ര സർക്കാരിലേക്ക് അപ്പീലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള മറുപടിയും വന്നിട്ടില്ല, യാതൊരു വിധത്തിലുള്ള പരിഗണനയും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ ഓണപ്പരീക്ഷയ്ക്കൊരു ആനമുട്ട എന്നുള്ള ആ ഒരു അന്വർത്ഥമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റും കേരള സർക്കാരും കേരളത്തിലുള്ള ജനതയും
തൃശ്ശൂരിലെ ജനത, സുരേഷ് ഗോപിയെ ജയിപ്പിച്ച കേരളത്തിലെ പ്രത്യേക ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനതയെയും പിന്നെ വിജയിച്ചു എന്ന് നമ്മൾ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ എം പിയും അദ്ദേഹം അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയും വട്ടപൂജ്യത്തിലേക്ക് മാറിയിരിക്കുന്നു. ആനമുട്ട സമ്മാനമായിട്ട് യൂണിയൻ ബഡ്ജറ്റിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് നമുക്കിന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള ആ സങ്കല്പം, ഫെഡറൽ സംവിധാനത്തിൻ്റെ സങ്കല്പം തന്നെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ് നമുക്ക് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് മൂന്നാം മോഡി സർക്കാരിൻ്റെ ഈ തുടർഭരണ സമയത്തുള്ള ആദ്യത്തെ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന അവഗണനയെ യഥാർത്ഥത്തിൽ എങ്ങനെ കേരളം അല്ലെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, നമുക്ക് അറിയാം, ആന്ധ്രയ്ക്ക് വാരിക്കോരി കൊടുത്തു, അതുകൂടാതെ ബീഹാറിനും വാരിക്കോരി കൊടുത്തു. കാരണം ബീഹാറിൽ നിതീഷ് കുമാറും ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡും എന്ന് പറയുന്ന രണ്ട് ഘടകകക്ഷികൾക്ക് അവർക്ക് വാരിക്കോരി കൊടുത്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ എല്ലാം അവഗണിച്ചു എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് കേരളത്തിനെയും തമിഴ്നാടിനെയുമാണ് അക്ഷരാർത്ഥത്തിൽ അവഗണിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഒറ്റ സംഭവം കൊണ്ട് മാത്രം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, MK സ്റ്റാലിൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീതി ആയോഗിൽ ഇനിയുള്ള യൂണിയൻ സർക്കാർ വിളിച്ചുകൂട്ടിയിരിക്കുന്ന നീതി ആയോഗിൽ ഇനി പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം തമിഴ്നാടിനെ തന്നെ പ്രത്യേകിച്ച് അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു നീതി ആയോഗിൽ പങ്കെടുക്കുക. നമുക്ക് നീതി ആയോഗ് എന്താണെന്ന് നമുക്കറിയാം. നെഹ്റു വിഭാവന ചെയ്ത പ്ലാനിംഗ് കമ്മീഷൻ, അതാത് കാലഘട്ടങ്ങളിൽ ഓരോ വർഷവും പ്ലാനിംഗ് കമ്മീഷൻ വഴി രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ആകമാനമുള്ള വികസനങ്ങൾ വരുമ്പോൾ യൂണിയൻ ഗവൺമെൻറ്റുകളെ, യൂണിയൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാന സർക്കാരുകളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ദേശീയ തലത്തിൽ എല്ലാ സർക്കാരുകൾക്കും എല്ലാ സംസ്ഥാനത്തിലും വികസനം കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ പ്ലാനിംഗ് കമ്മീഷനെ നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിർത്തലാക്കിക്കൊണ്ടാണ് നീതി ആയോഗ് BJP സർക്കാർ NDA സർക്കാർ കൊണ്ടുവന്നത്. ആ നീതി ആയോഗ് എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ മീറ്റിങ്ങിലാണ്, അതിൻ്റെ സമ്മേളനത്തിലാണ് യഥാർത്ഥത്തിൽ അതാത് സംസ്ഥാനങ്ങൾ അവരവരുടെ ആവശ്യങ്ങൾ, അവരവരുടെ ഡിമാൻഡ്സ് കേന്ദ്ര സർക്കാരിൻ്റെ, യൂണിയൻ സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. അതിൽ നിന്നും ശ്രീ MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും കൃത്യമായി ഒരർത്ഥത്തിലും ഒരു നേട്ടവും ഒരു പ്രാധാന്യവും കിട്ടിയിട്ടില്ല. ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാക്കി കേരളത്തെ അധപ്പതിപ്പിച്ചു BJP എന്നാണ് ബാലഗോപാൽ KN ബാലഗോപാലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. on_the.commentbox@gmail.com എന്ന ഞങ്ങളുടെ മേൽവിലാസത്തിൽ ഞങ്ങൾക്ക് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്തരത്തിൽ സാമൂഹിക പ്രസക്തിയുള്ള അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ പ്രസക്തിയുള്ള ഏത് വിഷയവും നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ, പ്രേക്ഷകരെല്ലാം തന്നെ on_the.commentbox@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. നന്ദി.